ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ആസ്പയർ എഡ്യൂ ടിപ്സ്. നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ SCRT പാഠപുസ്തകത്തിലെ കുഞ്ഞിറയ്ക്കുള്ളിലെ ജീവരഹസ്യം എന്ന ആദ്യത്തെ ചാപ്റ്ററിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നോക്കാം. കുറച്ച് NCERT റെഫറൻസ് ക്വസ്റ്റ്യൻസ് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഒന്നിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ഇവിടെ കോമ്പൗണ്ട് ആണല്ലോ. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പിൽ പല തരത്തിലുള്ള ദർപ്പണങ്ങളുണ്ട്. അപ്പോൾ ഓരോ ദർപ്പണങ്ങൾക്കും ഓരോ ധർമ്മവുമാണ്. മൈക്രോസ്കോപ്പിൽ സൂര്യപ്രകാശത്തെ പ്രതിപതിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം. അപ്പോൾ സമതല ദർപ്പണം എന്തിനാണ്? സൂര്യപ്രകാശത്തെ പ്രതിപതിപ്പിക്കാനാണ്. എന്നാൽ മൈക്രോസ്കോപ്പിൽ കൃത്രിമ പ്രകാശം പ്രതിപതിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. സൂര്യപ്രകാശത്തെ പ്രതിപതിപ്പിക്കുവാൻ സമതല ദർപ്പണമാണെങ്കിൽ മൈക്രോസ്കോപ്പിൽ കൃത്രിമ പ്രകാശം പ്രതിപതിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണമാണ്. അടുത്തതായിട്ട് പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന മൈക്രോസ്കോപ്പിൻ്റെ ഭാഗമാണ് ഡയഫ്രം. പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഡയഫ്രം. അടുത്തതായിട്ട് ഒബ്ജക്റ്റീവിലും ഐപീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആവർത്തന ശേഷി എന്ന് പറയുന്നത്. നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിലും ഐപീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി. ഇപ്പം ചോദിക്കുക, എന്താണ് ഒബ്ജക്റ്റീവ് ലെൻസ്, എന്താണ് ഐപീസ് എന്നൊക്കെ. അതായത് നമ്മൾ മൈക്രോസ്കോപ്പിൽ വസ്തുവിനെ വയ്ക്കുന്ന സമയത്ത് അവിടെ കാണപ്പെടുന്ന ലെൻസ് ഉണ്ട്, ആ വസ്തുവിനെ നോക്കാനായിട്ട്. അതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. നമ്മൾ കണ്ണുകൊണ്ട് മൈക്രോസ്കോപ്പിലോട്ട് നോക്കില്ലേ, അപ്പോൾ ആ ഭാഗത്തുള്ള ലെൻസില്ലേ, അതിനെയാണ് നമ്മൾ ഐപീസ് എന്ന് പറയുന്നത്. നമ്മൾ മൈക്രോസ്കോപ്പിൽ ഓരോ മൈക്രോസ്കോപ്പിലും ഈ ഐപീസിലും ഒബ്ജക്റ്റീവ് ലെൻസിലും കാണുന്ന ചില നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സ് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഡിഫറൻസിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ആ വസ്തുവിനെ സൂം ചെയ്ത് കാണുന്നതും കുറഞ്ഞ് കാണുന്നതിനകത്തൊക്കെ വേരിയേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ലെൻസിലും ഐപീസിലും ഉള്ള നമ്പേഴ്സിൻ്റെ ഗുണനഫലത്തെയാണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. തെറ്റിപ്പോവരുത്, റോബർട്ട് ബ്രൗൺ അല്ല, റോബർട്ട് ഹുക്ക്. ഈ മരത്തിൻ്റെ കോർക്കില്ലേ, ആ കോർക്കിൻ്റെ ഒരു ഛേദമെടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹം ചെറിയ അറകളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ അറകളെ വെച്ചിട്ടാണ് അദ്ദേഹം സെൽ എന്ന പേര് ആദ്യമായിട്ട് കൊടുക്കുന്നത്. സെൽ എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ചെറിയ മുറി എന്നാണ്. ഈ ജീവൻ്റെ അടിസ്ഥാന ഗണം എന്നറിയപ്പെടുന്നത് എന്താണ്? കോശമല്ലേ. സസ്യങ്ങളായാലും ജന്തുക്കളായാലും ഒക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ സസ്യശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്നാദ്യമായി കണ്ടെത്തിയത് MJ ഷ്ലീഡനാണ്. ഏത് വർഷമാണ്? 1838 MJ ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാനാണ്. ഓക്കെ, ദെൻ കോശകേന്ദ്രം ഏതാണ്? ന്യൂക്ലിയസ് അഥവാ മർമ്മം. അപ്പോൾ കോശകേന്ദ്രമായ മർമ്മം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ഹുക്ക് എന്താ കണ്ടെത്തിയത്? കോശത്തെ ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. എന്നാൽ കോശകേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്നും മാത്രമേ പുതിയവ ഉണ്ടാവുകയുള്ളൂ എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോയാണ്. നമ്മൾ പറഞ്ഞു സസ്യശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡൻ, ജന്തുശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. അപ്പോൾ ഇവർ രണ്ടുപേരോട് ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു തിയറി അല്ലെങ്കിൽ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയത് ആരൊക്കെയാണ്? MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നാണ്. ഇനി ഈ കോശ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് ആശയങ്ങളുണ്ട്, അത് നോക്കാം. എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ്. അതാണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച ഒരു ആശയം. എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ്. അടുത്ത രണ്ടാമതായിട്ട് അവർ പറഞ്ഞത് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശ അംഗങ്ങൾ എന്ന് പറയുന്നത്. പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള മൈക്രോസ്കോപ്പുകളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. നോർമലി നമ്മൾ മൈക്രോസ്കോപ്പ് പറഞ്ഞപ്പോൾ പ്രകാശം ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ വസ്തുക്കളെ കാണുന്നത്. അപ്പോൾ പ്രകാശത്തിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്ന മൈക്രോസ്കോപ്പാണേത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മർമ്മം അഥവാ ന്യൂക്ലിയസ് ആണ്. ഈ മർമ്മത്തിനുള്ളിലുള്ള ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം അഥവാ ന്യൂക്ലിയോപ്ലാസം. ഈ മർമ്മദ്രവ്യത്തിനകത്താണ് മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയുമൊക്കെ കാണപ്പെടുന്നത്.
അപ്പോൾ ഈ മർമ്മകവും ക്രൊമാറ്റിൻ ജാലിക കാണപ്പെടുന്ന എവിടെയാണ്? മർമ്മദ്രവ്യത്തിലാണ്. എന്താ മർമ്മദ്രവ്യം? മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം. ഈ മർമ്മമില്ലേ, മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഒരു ഇരുപാളിയുള്ള സ്ഥലമുണ്ട്. അതിനെ പറയുന്ന പേരാണ് മർമ്മസ്തരം. മർമ്മസ്തരം എന്ന് പറഞ്ഞാൽ ഇരുപാളികളുള്ള സ്ഥലമാണെന്ന് ഓർക്കുക. മർമ്മദ്രവ്യത്തിൽ പല കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക. നമ്മുടെ ഈ ജീനുകളൊക്കെ ഇല്ലേ, ഈ ജീനുകളൊക്കെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക. അപ്പോൾ എന്താണ് ക്രൊമാറ്റിൻ ജാലിക? മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക. കോശത്തിലെ ഊർജ്ജ നിലയം അഥവാ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്ന സെൽ ഓർഗണൽ അഥവാ കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. ഈ മൈറ്റോകോൺട്രിയ കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമുക്ക് എവിടെയാണോ ഏറ്റവും കൂടുതൽ ഊർജ്ജം ആവശ്യമായിട്ടുള്ള ശരീരഭാഗങ്ങൾ അവിടെ തന്നെയാണ് മൈറ്റോകോൺട്രിയ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇപ്പോൾ പേശികൾ നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്തില്ലേ, അപ്പോൾ എനർജി വേണ്ടേ? അപ്പോൾ പേശിയിൽ, തലച്ചോറ്, കരൾ ഇവിടെയൊക്കെയാണ് മൈറ്റോകോൺട്രിയ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത അതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത്. ഇത്ര മനസ്സിലായല്ലോ അല്ലേ? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം അഥവാ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് റൈബോസോമാണ്. ഇനി ഫേനം എന്ന് പറയുന്ന ഒരു കോശാംഗമുണ്ട്. അവിടെ കാണപ്പെടുന്ന ഒരു സവിശേഷ സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ്. എന്താണ് ഈ ഫേനത്തിൻ്റെ ധർമ്മം എന്ന് നോക്കാം. ജലവും ലവണങ്ങളും വിസർജ്യ വസ്തുക്കളും ഒക്കെ സംഭരിച്ചു വയ്ക്കുന്ന ഒരു കോശാംഗമാണ് ഫേനം. അപ്പോൾ ഫേനത്തിൽ കാണപ്പെടുന്ന സവിശേഷ സ്ഥലത്തെ പറയുന്ന പേരെന്താണ്? ടോണോപ്ലാസ്റ്റ്. അടുത്തൊരു കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ്. ഗ്രന്ഥി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളാക്കുന്നത് ആരാണ്? ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്ന കോശാംഗമാണ്. കോശത്തിൽ മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് യൂകാരിയോട്ടുകൾ. യു എന്നാൽ ട്രൂ എന്നാണ്, അതായത് ശരിയായിട്ടുള്ള. അപ്പോൾ ശരിയായ ഒരു മർമ്മമുള്ള ജീവിവിഭാഗമാണ് യൂകാരിയോട്ടുകൾ. നമ്മൾ ജന്തുക്കളായാലും സസ്യങ്ങളായാലും അമീബയും ഒക്കെ എന്താണ്? കോശമർമ്മമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എന്താണ്? യൂകാരിയോട്സുമാണ്. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്ന ജീവസ്തരങ്ങളാണ് വർണ്ണധാര്യ സ്തരങ്ങൾ. സെമി പെർമിബിൾ മെംബ്രെയിൻ എന്ന് പറയത്തില്ലേ, അപ്പോൾ അതുതന്നെയാണ് വർണ്ണധാര്യ സ്തരങ്ങൾ. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റഡ്സ്. എന്ന് വെച്ചാൽ അവിടെ ഇല്ല, നമ്മുടെ ജന്തുകോശങ്ങളിലൊന്നും ഇല്ല. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റഡ്സ്. പ്രധാനമായും 3 തരത്തിലുള്ള ജൈവകണങ്ങളാണുള്ളത്. വർണ്ണകം അഥവാ ക്രോമോപ്ലാസ്റ്റ്. ക്രോമോ എന്ന് വെച്ചാൽ വർണ്ണകം എന്നാണ്. വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണം ക്ലോറോപ്ലാസ്റ്റ്, ശ്വേതകണം അഥവാ ല്യൂക്കോപ്ലാസ്റ്റ്. പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ എന്ന് പറയുന്നത്. ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ജൈവകണങ്ങളാണ് ശ്വേതകണം. അപ്പം നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള പ്ലാസ്റ്റിഡ് ഉണ്ട്. ഇതിൽ നിറമില്ലാത്തവയാണ് ശ്വേതകണങ്ങൾ. പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളായിട്ടുള്ള ശ്വേതകണങ്ങൾ എന്ത് ചെയ്യുന്നു? ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പഴുക്കുമ്പോൾ ഫലങ്ങളുടെ നിറവും രുചിയും ഒക്കെ മാറാറുണ്ട് അല്ലേ? അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലുള്ള ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായി മാറുന്നു. ഒപ്പം അന്നജം പഞ്ചസാരകളായിട്ടും മാറുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കഴിക്കുന്ന പഴങ്ങൾ പഴുക്കുമ്പോൾ ഫലങ്ങളുടെ നിറവും രുചിയും മാറുന്നതിനുള്ള കാരണം എന്താണ്? പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലുള്ള ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായി മാറുകയും അന്നജം എന്ന് പറയുന്നത് പഞ്ചസാരയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് പ്ലാസ്റ്റിഡ് എന്ന്. അതേപോലെ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമുണ്ട്. അതിൻ്റെ പേരാണ് സെൻട്രോസോം. ഈ കോശങ്ങളുടെയൊക്കെ വിഭജനം നടക്കില്ലേ, അപ്പോൾ ആ വിഭജനത്തിന് സഹായിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന ഭാഗമാണേത്? സെൻട്രോസോം. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം എന്നാണ്. എന്നാൽ ജീവദ്രവ്യത്തിൽ മർമ്മം, ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. കോശാംഗമായിട്ടുള്ള മൈറ്റോകോൺട്രിയ കണ്ടെത്തിയത് ആൽബർട്ട് വോൺ കോളിക്കറാണ്. ഗോൾഗി കോംപ്ലക്സ് കണ്ടെത്തിയത് പേരിലുണ്ട്, കമൈലോ ഗോൾഗിയാണ് ഗോൾഗി കോംപ്ലക്സ് കണ്ടെത്തിയത്. വാക്യൂൾസ് ഇല്ലേ, ഫേനം കണ്ടെത്തിയത് ആൻറ്റോൺ വോൺ ലീവൻഹുക്ക്. ഫേനം കണ്ടെത്തിയതാരാണ്? ആൻറ്റോൺ വോൺ ലീവൻഹുക്ക്. നമ്മൾ നേരത്തെ പ്ലാസ്റ്റിഡ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് വർണ്ണകങ്ങളിലെ ചില വർണ്ണങ്ങൾ കളർ കൊടുക്കുന്നത് ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ഇവിടെ വരുന്നത്. ക്സാന്തോഫിൽ മഞ്ഞ നിറം നൽകുന്നു. കാരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച്. ആന്തോസയാനിൻ ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നുണ്ട്, പർപ്പിൾ നിറത്തിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ക്സാന്തോഫിൽ എന്ത് കളറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? മഞ്ഞ. കാരോട്ടിൻ ആകുമ്പോൾ മഞ്ഞ കലർന്ന ഓറഞ്ച്. ആന്തോസയാൻ ആകുമ്പോൾ ചുവപ്പും പർപ്പിളും. ഈ NCERTയിലുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് പറയുന്നത്. നമ്മൾ ഈ പ്ലാസ്മ മെംബ്രെയിൻ ഇല്ലേ, അതിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അവതരിപ്പിച്ചത് ആരാണ്? സിംഗർ ആൻഡ് നിക്കോൾസൺ എന്ന് പറയുന്ന 2 പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അവതരിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ എനർജി കറൻസി ഓഫ് സെൽ. ഒരു കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് എന്തിനെയാണെന്ന്? ATP. ATPയുടെ ഫുൾ ഫോം എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ പ്രപ്പോസ് ചെയ്യുന്നത് സിംഗർ ആൻഡ് നിക്കോൾസൺ. എനർജി കറൻസി ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് ATP അഥവാ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. കോശത്തെ ആദ്യമായി കണ്ടെത്തിയത് 1665-ലാണ്. പ്ലാസ്മ മെംബ്രെയിനിലൂടെ കോശങ്ങൾ അവർക്കാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിനെ ഉള്ളിലേക്കെടുക്കുന്ന ഇൻജക്ഷൻ, അതിനെ സഹായിക്കുന്ന ആ ഒരു പ്രോസസ്സ്, പ്രതിഭാസത്തെ പറയുന്ന പേരാണ് എൻഡോസൈറ്റോസിസ്. എൻഡോ എന്ന് പറഞ്ഞാൽ അകത്തെന്ന്, സൈറ്റോ എന്ന് പറയുമ്പോൾ സെല്ലാണ്. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ആ രീതിയിൽ ഓർക്കുക. അപ്പോൾ നെയിം ദ പ്രോസസ് ഇൻ വിച്ച് ഇൻജക്ഷൻ ഓഫ് മെറ്റീരിയൽ ബൈ സെൽ ഈസ് ഡൺ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിലൂടെ കോശങ്ങൾ ആഹാരത്തിന് ഉള്ളിലേക്ക് എടുക്കുന്ന ആ ഇൻജക്ഷൻ ഓഫ് മെറ്റീരിയൽ, ആ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് എന്ത്? എൻഡോസൈറ്റോസിസ്. കോശത്തിനകത്തുള്ള ജെല്ല് പോലുള്ള വസ്തുവിനെ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. ദ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ സെൽ. കോശത്തിനുള്ളിലുള്ള ജെല്ല് പോലുള്ള വസ്തുവിനെ പറയുന്ന പേരാണ് എന്ത്? സൈറ്റോപ്ലാസം. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോകാരിയോട്ടുകളാണ്. നമ്മൾ നേരത്തെ യൂകാരിയോട്ടുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ? യു എന്ന് വെച്ചാൽ എന്താണ്? ട്രൂ. യൂകാരിയോട്ട് എന്ന് പറഞ്ഞാൽ ശരിയായ മർമ്മത്തോട് കൂടിയ ജീവിവിഭാഗം. അതിൽ നമ്മൾ സസ്യങ്ങൾ പറഞ്ഞു, ജന്തുക്കൾ പറഞ്ഞു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോകാരിയോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസോ ഒന്നും തന്നെ ഇല്ലാത്ത ജീവിവിഭാഗം, അതായത് നേരത്തെ പറഞ്ഞ യൂകാരിയോട്ടിൻ്റെ നേർ വിപരീതം, അതാണ് പ്രോകാരിയോട്ട് എന്ന് പറയുന്നത്. വ്യക്തമായ ന്യൂക്ലിയസ് ഒന്നും ഇവർക്ക് കാണില്ല. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഇത്, ഈ ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പോൾ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ പ്രോകാരിയോട്ടാണ്. അതിനർത്ഥം എന്താ? ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്ക് ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസോ ഒന്നും തന്നെ ഇല്ല എന്നാണ്. ഇത്രയും ഭാഗം എല്ലാ കൂട്ടർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക്